ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബീറ്ററോ ഈവൻ ഓവൻ്റെ ആവശ്യം പോലും ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ ഈസിയാണ്, ഒരു 5 മിനിറ്റിൽ തന്നെ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ 1 കപ്പ് മൈദ ആട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എലൈറ്റിൻ്റെ മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇത് ലൈറ്റ് കൊക്കോ പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇത് എൻ്റെ കയ്യിലുള്ളത് സ്പൂൺ 1/2 ടീസ്പൂൺ ആയതുകൊണ്ടാണ് 2 സ്പൂൺ ചേർത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് 1 പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് തന്നെയാണ് ഷുഗർ ചേർക്കുന്നത്. പക്ഷേ എൻ്റെ നല്ല വലിയ തരിയുള്ള ഷുഗർ ആയതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഇതുപോലെ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്താലും മതി. ഇല്ല എങ്കിൽ അരിപ്പയിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയാലും എല്ലാം ഇതിലോട്ട് ചേർത്ത് ഒത്താണ് മിക്സ് ചെയ്യുന്നത്. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. കണ്ടോ, ഈ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലോട്ട് ചേർക്കുകയാണ്. ഇല്ലെങ്കിൽ ഈ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും അതൊന്ന് മെൽറ്റായി വരാൻ. എന്നിട്ട് ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് 1 മുട്ടയാണ് കേട്ടോ ആവശ്യം. ഞാനിപ്പോൾ 1 മുട്ട ഒരു ചെറിയൊരു ബൗളിൽ എടുത്തിട്ട് അതിലോട്ട് 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫോർക്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈ മുട്ടയുടെ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടുക, നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഈ കേക്കിലോട്ട് ഈ ഇൻഗ്രീഡിയൻസിലോട്ട് ചേർക്കുന്നത്. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. സാധാരണ നമ്മൾ നല്ല ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ല് പോവും. ഇതങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ക്രീം കേക്കൊക്കെ ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പൊക്കെ ചേർത്താണ് നല്ല ജ്യൂസ് കേൾക്കുന്നത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ചേർക്കാൻ പറ്റും. ഇത് നോക്കുക, 1/2 കപ്പ് പാലൂടെ ചേർത്തിട്ടുണ്ട്. 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടുക, അത്രേ ആവശ്യമുള്ളൂ. ഇങ്ങനെ ഒന്ന് പതുക്കെ, ഇങ്ങനെ ഭയങ്കരമായിട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട. ഇങ്ങനെ ഒരു കട്ട് ആൻഡ് ഫോൾഡ്, നമ്മൾ സാധാരണ ബാറ്റർ റെഡിയാക്കുന്ന പോലെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് നല്ല ഹോട്ട് വാട്ടർ ആവശ്യമുണ്ട്. നന്നായിട്ട് നല്ല ചൂടായിക്കോട്ടെ, നല്ല ചൂടുവെള്ളവും കൂടെ ഇതിൽ ചേർക്കണമെങ്കിൽ നല്ല കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുമേ. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് ചൂടുവെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെ വീട്ടിലും ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ ഒക്കെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക്, ഈവൻ കുട്ടികൾക്ക് പോലും ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഓവനിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കണ്ടോ, 1/2 കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര നല്ല സോഫ്റ്റ്, അതായത് ഭയങ്കര ലൂസി കൺസിസ്റ്റൻസി ആയിരിക്കും. അത് കുഴപ്പമില്ല, അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഇതും അതുപോലെ തന്നെയാണ്. ഓവറായിട്ടിട്ട് മിക്സ് ചെയ്യാതെ എപ്പോഴും ഇങ്ങനൊരു ഹാൻഡ് ബീറ്റർ പോലെ ഇങ്ങനൊരു ഇതുണ്ടാവുന്നത് നല്ലതാണ്, വിസ്ക്. ഇല്ലെങ്കിൽ നമുക്ക് ഈ അല്ലാതെ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ അത്രയും ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ എൻ്റെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഓവനിലാണ് വെക്കുന്നത്. കാരണം മോൻ മലയ്ക്ക് പോയിക്കാണ്. അപ്പോൾ അവന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെയാണ് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനം എടുത്തതും. അപ്പോൾ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഓവനിലാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്യാം. ഒരു പാത്രത്തിൽ സാധാ കേക്ക് ചെയ്യുന്ന പോലെ വെച്ചാൽ മതി. കണ്ടോ, ഇത്രയും ലൂസി ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത്ര ഭയങ്കര ലൂസി അല്ലേ. എന്നാലും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക്
ഓവനിലോട്ട് വെച്ച് കൊടുക്കാം. ഓവനിൽ ഞാനിപ്പോൾ വെക്കുന്നത് 170°C 170യിലാണ് വെക്കുന്നത്. ടെമ്പറേച്ചർ ഒരു 40 മിനിറ്റ്സ് വെക്കുന്നുണ്ട്. അങ്ങനെ വെച്ചാണ് കറക്റ്റ്. അങ്ങനെ വെക്കുമ്പോൾ തന്നെ ബേക്കായി കിട്ടും. നിങ്ങൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവർ ഒരു വലിയൊരു പാനോ വല്ലതും എടുത്തിട്ട് അതിനകത്ത് ഈ കേക്ക് ട്രേ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് ഒഴിക്കാൻ വേണ്ടി ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇതൊരു ബാർ ചോക്ലേറ്റിൻ്റെ ഒരു കട്ടയുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാമോളം വരും, അതെടുത്തിട്ടുണ്ട്. അതായത് ഒരു 2 കപ്പോളം ചോക്ലേറ്റ് വേണ്ടി വരും. അത്രയും വേണ്ടാന്നുള്ളവർ എടുക്കണ്ട, കുറച്ചുകൂടി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്ര എനിക്ക് ആവശ്യം വന്നിട്ടില്ല, അപ്പം നിങ്ങളൊരു ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാറ്റി വയ്ക്കാം. പിന്നെ ഇത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. 1/2 കപ്പ് ഫ്രഷ് ക്രീം കൂടെ എടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം ഒഴിക്കുമ്പോൾ ഭയങ്കര കുത്തൽ മധുരമായിപ്പോൾ, അതുകൊണ്ട് ഞാൻ അതുകൂടെ ചേർത്ത് ഈ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്തിരി ലൂസിയാണ്, കുറച്ച് നേരം കഴിയുമ്പോൾ കട്ടിയാവും. ഞാനപ്പോൾ ഈ ലൂസിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ കേക്കിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇത്തിരി അത് പാടാണ് നമുക്ക് ഫുൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ വേണ്ട ഒരു ഇത് വെച്ച് നമുക്ക് കുത്തി നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് തണുത്ത ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യണേ. ഇതിപ്പം ഇത്തിരി ചൂടുണ്ട്, അപ്പോൾ ഞാൻ എന്തായാലും ഡീമോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അതിൽ തന്നെ ഇരുന്നാൽ തണുക്കാൻ സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ഡീമോൾഡ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റാണ്, കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് നേരം ബീറ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കണ്ടതാണല്ലോ, ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി ചോക്ലേറ്റ് തണുക്കാൻ അനുവദിച്ചാൽ കുറച്ചുകൂടി കട്ടിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോസ്റ്റിങ് എളുപ്പമായിരിക്കും. ഇത് ഞാൻ അതിനുള്ള സമയം, കാരണം ഇനി ഫ്രിഡ്ജിലിരുന്ന് തണുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാരണം ഇനി ഒഴിച്ചിട്ടായാലും നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ സെറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇത്തിരി ലൂസായിരുന്നാലും ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോൾ സെറ്റ് ആയിക്കോളും. അതുകൊണ്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് സെറ്റായി കൊടുക്കാം കേട്ടോ. വളരെ ഈസിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ചുമ്മാ പറയുന്നതല്ല, നല്ല ടേസ്റ്റിയാണ്. അതിൻ്റെ പുറത്ത് ഞാൻ ചുമ്മാ ഒന്ന് ഷുഗർ ബോൾസ് കൂടെ ഇടുകയാണ്, ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റിന് ചെയ്യാൻ വേണ്ടി മാത്രം. അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജ് വയ്ക്കാം. കണ്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷമുള്ളതാണ് കാണുന്നത്. നല്ല സെറ്റായിരിപ്പുണ്ട് കണ്ടോ. കത്തിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഷുഗർ സിറപ്പോ ഒന്നും ചേർത്തിട്ടില്ല, ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റാണ്. കണ്ടാൽ തന്നെ അറിയാം, നമ്മളിങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അത്രയും സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ക്രിസ്മസിന് നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. താങ്ക്സ് ഫോർ വാച്ചിങ്.